ചില യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് സഫയർ ബ്ലേഡ് HT കുറിച്ച് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഫയർ ബ്ലേഡ് HT എന്ന് പറയുന്നത് നമ്മൾ സ്റ്റീൽ ബ്ലേഡ്സിനെ കൊണ്ട് സ്ലിറ്റ് ഉണ്ടാക്കുന്നതിന്, അതായത് ഹെയർ വെക്കുന്നതിനുള്ള കുഴികൾ ഉണ്ടാക്കുന്നതിനുള്ള ഉപയോഗിക്കുന്ന ഒരു മെറ്റലാണ്. സഫയർ ക്രിസ്റ്റൽസ് ആണെന്ന് പറയുന്നത്. ഡയമണ്ടിൻ്റെ അത്ര കാഠിന്യമില്ലെങ്കിലും നല്ല കാഠിന്യമുള്ള ഒരു വൈബ്രോട്ടോം വെച്ചിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് വളരെ നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്ന ഒരു ക്രിസ്റ്റൽസ് ആണ് സഫയർ ബ്ലേഡ്സ്. അത് വെച്ചിട്ട് നിങ്ങൾ സ്ലിറ്റ് ഇടുകയാണെങ്കിൽ വളരെ ഫൈനായിട്ട് പ്രിസിഷനിൽ ഇടാൻ പറ്റും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അധികം സഫയർ ബ്ലേഡ് HT ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവർ അധികം ഓരോ ക്ലിനിക്കിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ബ്രാൻഡഡ് സെൻറ്റേഴ്സിൻ്റെ പരസ്യത്തിൽ കണ്ടിട്ടാണ് സഫയർ ബ്ലേഡ് ഉണ്ടോ ചോദിക്കുന്നത്. അതിൽ നിന്ന് അവർ മറക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഡോക്ടറാണോ ചെയ്യുന്നത്, ടെക്നീഷ്യനാണോ ചെയ്യുന്നത്, ഇനി ഡെർമറ്റോളജിസ്റ്റ് ആണോ ചെയ്യുന്നത്, അതല്ല ഡെൻറ്റിസ്റ്റ് ആണോ ചെയ്യുന്നത്, ആ ഒരു ചോദ്യത്തിൽ മാറ്റിയിട്ട് സഫയർ ബ്ലേഡിലേക്കാണ് മാറ്റുന്നത്. ഞാനും സഫയർ ബ്ലേഡ് ചെയ്യാറുണ്ട് ചോദിക്കുന്നവർക്ക്. കാരണം അതിൽ കോസ്റ്റ് കുറച്ച് കൂടും. അത് സഫയർ ബ്ലേഡിൻ്റെ കോസ്റ്റ് മാത്രമല്ല, കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് ഈ കാണുന്ന റിസൾട്ട് സഫയർ ബ്ലേഡിൻ്റെതാണ് നമ്മൾ സ്ലിറ്റ് ഇട്ടിരിക്കുന്നത്, പുറകിലുള്ളത് സാധാ ബ്ലേഡ് വെച്ചുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു സാധാരണക്കാർക്ക് നോർമൽ നീഡിൽസിനെ കൊണ്ടും സ്റ്റീൽ ബ്ലേഡിനെ കൊണ്ടും നല്ലൊരു കഴിവുള്ള ഡോക്ടർക്ക് ഇതേ രീതിയിലുള്ള പ്രിസിഷൻ റിസൾട്ട് നല്ലൊരു കഴിവുള്ള ഡോക്ടർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ സഫയർ ബ്ലേഡ് ഇല്ലാത്തൊരു റിസൾട്ടാണ് ഈ കാണുന്നത്, സഫയർ ബ്ലേഡിലുള്ള റിസൾട്ടാണ് ഉള്ളത്. ഒരാൾക്ക് കുറച്ചും കൂടി ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് സഫയർ ബ്ലേഡിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ രീതിയിലുള്ള ഒരു ബ്ലേഡിൻ്റെ പ്രിസിഷനും അതിൻ്റെ ഡെപ്തും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ നിങ്ങൾ സഫയർ ബ്ലേഡ് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറോ അല്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്ത് പോയി ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഈ അർത്ഥത്തിലേക്ക് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇമ്പോർട്ടൻസ് നിങ്ങൾ ചെയ്യുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്താണോ നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ നമ്പർ ഓഫ് ഗ്രാഫ്റ്റാണ് അതിൽ വരുന്നത്. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ പൊന്നിനെ കൊണ്ടുള്ള സ്ലിറ്റിനെ കൊണ്ടാണോ ചെയ്യുന്നത്, ഡയമണ്ടിനെ കൊണ്ടുള്ള സ്ലിറ്റിനെ കൊണ്ടാണോ ചെയ്യുന്നത്. കഴിവുള്ളവൻ, കാശുള്ളവൻ സഫയർ ബ്ലേഡ് ഉപയോഗിച്ചോ പ്രശ്നമില്ല. പക്ഷേ ഒരിക്കലും ഒരു സാധാരണക്കാരെ കെണിയിൽ വീഴ്ത്തുന്ന രീതിയിൽ സഫയർ ബ്ലേഡ് HT ഭയങ്കരമാണ്, സംഭവമാണ് എന്ന് പറയേണ്ടതില്ല. വ്യത്യാസമുണ്ട് ചെറിയ രീതിയിലുള്ളത്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ചെയ്യുന്ന ഡോക്ടർ ആരാണെന്നുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.